ഉണ്ണി മുകുന്ദൻ്റെ കാര്യം പറയുകയാണെങ്കിൽ അത് ആ ചെറുപ്പക്കാർ ഇവിടെ ആദ്യം വരുമ്പോൾ ആരും മൈൻഡ് ചെയ്തില്ല. പക്ഷെ നല്ല സൗന്ദര്യം, നല്ല ഹൈറ്റ്, സിനിമയ്ക്ക് നല്ല നായകന് വേണ്ടിയ എല്ലാ ലക്ഷണവും ഉണ്ടായിരുന്നു ആലോചിക്കണം. അപ്പോൾ അത് ഞാനൊരു മാധ്യമ പ്രവർത്തകൻ എന്ന നിലയ്ക്ക് അന്ന് ഈ പുതിയവരെ ഞങ്ങൾ പ്രൊമോട്ട് ചെയ്യുന്ന കാലഘട്ടത്തിൽ ഉണ്ണി മുകുന്ദനെ ഞങ്ങൾ നന്നായിട്ട് പ്രൊമോട്ട് ചെയ്തിട്ടുണ്ട്. അത് ചിലർക്ക് പിടിച്ചിട്ടില്ല. അപ്പോൾ ഉണ്ണി അന്ന് പറഞ്ഞു, ഞാൻ അവിടേക്ക് തിരിച്ചു പോകുക, അപ്പോൾ അത് രക്ഷയില്ല, തൃശ്ശൂർക്കാരനാണ് ശരിക്കും അവിടെ നാട്ടിൽ, അവിടേക്ക് ഗുജറാത്തിലേക്ക് തിരിച്ചു പോവുക, അതോ നല്ലത് എന്ന് പറഞ്ഞ ചെറുപ്പക്കാരാണ്. പക്ഷെ ഇപ്പം നമ്മൾ കാണുന്നത് എന്താ, ഉണ്ണി മുകുന്ദൻ വേറെ ലെവലായി കഴിഞ്ഞു. സ്വന്തമായ പ്രൊഡക്ഷൻ കമ്പനി, അതായത് ഇവിടുത്തെ മമ്മൂട്ടി മോഹൻലാൽ പോലെ വമ്പൻ സെറ്റപ്പിൽ പ്രൊഡക്ഷൻ കമ്പനി വന്നു കഴിഞ്ഞിരിക്കുന്നു. അരച്ച് കലക്കി കളഞ്ഞ് ഇയാളെ പരാജയപ്പെടുത്താൻ നോക്കിയവരൊക്കെ അന്തം വിട്ട് നിൽക്കുക. ഉണ്ണി മുകുന്ദൻ ആകാശത്തോളം വളർന്നു പോവുകയാണല്ലോ എന്ന്. അത് ഇപ്പോഴത്തെ ഈ പുതിയ മാർക്കോൻ്റെ കാര്യത്തിൽ മാത്രമല്ല, മുമ്പ് വന്നപ്പോൾ എടുത്ത സിനിമകൾ, മേപ്പടിയുടെ സിനിമ എടുത്ത് നോക്കുക, അതുമാതിരിയുള്ള സിനിമകൾ, ഭക്തി സിനിമകൾ എടുത്ത് നോക്കുക. ഇത് കഴിഞ്ഞിട്ട് വേറൊരു സ്റ്റൈലിലേക്ക് ഉണ്ണി മുകുന്ദൻ മുമ്പ് അയാളിങ്ങനെ ഒതളങ്ങിയ പോലെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും. അയാൾ പറയാറുണ്ട്, എനിക്ക് ഒന്നിൽ തന്നെ അധികകാലം ഉറച്ചു നിൽക്കാൻ പറ്റില്ല. ഞാൻ അന്ന് ആ സിനിമ എടുത്തപ്പോൾ ഇന്ന് ഈ സിനിമ എടുത്തു.